നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണത്തിൽ ലുക്കൌട്ട് നോട്ടീസ് സമരവുമായി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, സബ് RP ഓഫീസ് എന്നിവിടങ്ങളിലാണ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്. അങ്ങനെ വരുന്നാല് താഴെ പോയി തിരൂരങ്ങാടി സബ് RP ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ RC നിർമ്മാണ കേസുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് ലീഗ് വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. നേരത്തെ ജോയിന്റ് RTO ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ പ്രതിയാക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പുതിയ സമരം. പുറമേ നിന്നുള്ള 3 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമമെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. വ്യാജ RC നിർമ്മാണ കേസിൽ കേവലം 3 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത്, അതും ഉദ്യോഗസ്ഥ ഓഫീസിലുള്ള ആളുകളല്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസിൻ്റെ ശ്രമത്തിനെതിരെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നടത്തിയ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തിയിട്ടുള്ളത്. കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ യൂത്ത് ലീഗ് ഈ സമര രംഗത്തുണ്ടാവും. തീർച്ചയായും ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ഓഫീസ്, അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സബ് RT ഓഫീസ്, ഈ 3 കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. യൂത്ത് ലീഗ് തുടങ്ങിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും അന്വേഷണം നടക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാൽ ഈ ഓൺലൈൻ സെൻറ്ററുകാരെയും ഇതിലെ പ്രധാന പ്രതിയായ ഒരാളെയും അറസ്റ്റ് ചെയ്ത് ഇത് കേവലം 3 പേരിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാറുള്ളത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പ്രതിഷേധം നടന്നത്. ലുക്കൌട്ട് നോട്ടീസ് പതിക്കൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. കേസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്താതിരിക്കാൻ ജില്ലയിലെ മന്ത്രി ശ്രമിക്കുകയാണെന്നും കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ഷെരീഫ് പറഞ്ഞു. തിരൂരങ്ങാടി RTO ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ഇടപെടുകയും ഇതിൽ അകപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളെയും കുറ്റക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേയുള്ള 3 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ആ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ മൊഴി പ്രകാരം അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിന്നും മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഈ വ്യാജ RC നിർമ്മാണം, അതുപോലെ തന്നെ ഇവിടെ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതിൽ നിന്നും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്നലെയും മിന്നാന്നുമായിട്ട് പുറമേയുള്ള 3 ആളുകളെ, പുറമേയുള്ള ഏജൻസികളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അവർ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോലീസിന് കൊടുത്ത മൊഴിയിൽ അവർ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേര് അവർ അതിൽ വെളിപ്പെടുത്തുകയും ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ വരെ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അതുപോലെ തന്നെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ്. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ഈ RTO ഓഫീസ് പരിസരം, താലൂക്ക് ഓഫീസ് പരിസരം, തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ആരെന്ന് കൃത്യമായിട്ട് പോലീസിനറിയാം, പൊതുസമൂഹത്തിനറിയാം, ആ ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ഈ RTO ഓഫീസിൻ്റെ നിലവിലുള്ള അനധികൃത ഇടപാടുകൾ ക്ലീൻ ആക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. സമരത്തിന് മണ്ഡലം ഭാരവാഹികളായ ഉസ്മാൻ കാച്ചടി, CK മുനീർ, റിയാസ് തോട്ടുങ്ങൽ, CH അബൂബക്കർ സിദ്ദീഖ്, ബാപ്പുട്ടി ചെമ്മാട് എന്നിവർ നേതൃത്വം നൽകി. എഡിറ്റർ ലാൽ, തിരൂരങ്ങാടി.
മോളെ എല്ലായോ? ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ ആയില്ലേ? സെലിബ്രേറ്റിംഗ് 50 years. Majestic Jewelers.